നമസ്കാരം. ജോബയുടെ ഇന്നത്തെ ക്ലാസ് PSC പരീക്ഷകളിൽ വിമാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളതായിരിക്കും. ആദ്യമായി കേൾക്കുന്ന ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. PSCക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ച പ്രതിസന്ധികൾ എന്നും ഉണ്ടാവാറുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യാറുമുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം പലർക്കും പഠിക്കുവാനുള്ള മനോഭാവം തന്നെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ഒരിക്കലും പഠിക്കാതിരിക്കരുത്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം മാറി പരീക്ഷകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്കതിൽ വിജയിച്ച് ഉന്നത റാങ്കുകൾ നേടേണ്ടതാണ്. നമ്മളെപ്പോഴും റാങ്ക് ലിസ്റ്റിലൊരു ഉന്നത റാങ്കിൽ വരുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരുവാനും ജോലിയിൽ കയറുവാനും ഉറപ്പായും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയത് ആരാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയത് JRD ടാറ്റയാണ്. അത് 1929 ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് നേടിയത് JRD ടാറ്റ 1929. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ്. അത് 1932 ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ആരംഭിച്ചത് 1932. അതും അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റിയ വർഷം ഏതാണ് എന്നുള്ളതാണ്. ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റിയ വർഷം 1946. ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റിയ വർഷം 1946. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് JRD ടാറ്റയാണ്. ഇവിടെ ഇപ്പോൾ JRD ടാറ്റ ഉത്തരം വരുന്ന 2 ചോദ്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയത് JRD ടാറ്റയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ്, അതും JRD ടാറ്റയാണ്. JRD ടാറ്റയ്ക്ക് പൈലറ്റ് ലൈസൻസ് കിട്ടിയത് 1929. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വിമാന കമ്പനി ആരംഭിച്ചത് 1932. പിന്നെ 1946 ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നും മാറ്റപ്പെട്ടു. ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയത് JRD ടാറ്റ 1929. ഇന്ത്യയിൽ ആദ്യത്തെ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ആണ്. അത് 1932 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റിയ വർഷം 1946. പിന്നെയുള്ളത് ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് JRD ടാറ്റയാണ്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനി ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലോകത്തിലെ തന്നെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനി, അത് ബ്രിട്ടനിലെ ഇമ്പീരിയൽ എയർവേസ് ആണ്. PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനി ബ്രിട്ടനിലെ ഇമ്പീരിയൽ എയർവേസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വിമാന സർവീസ് നടത്തിയ കമ്പനി ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി വിമാന സർവീസ് നടത്തിയ കമ്പനിയാണ് ഇമ്പീരിയൽ എയർവേസ്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനി ബ്രിട്ടന്റെ ആണ്. അതിന്റെ പേര് ഇമ്പീരിയൽ എയർവേസ് എന്നായിരുന്നു. ആ ഇമ്പീരിയൽ എയർവേസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാന സർവീസ് നടത്തിയ കമ്പനിയായും അറിയപ്പെടുന്നത്. പിന്നെയുള്ള ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ ആഭ്യന്തര വിമാന സർവീസ് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വിമാന സർവീസ് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലായിരുന്നു? അത് കറാച്ചി, ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വിമാന സർവീസ് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലായിരുന്നു? കറാച്ചി മുതൽ ഡൽഹി വരെയായിരുന്നു. അപ്പോൾ 3 ചോദ്യങ്ങളാണ്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനി ഏതാണ്? ബ്രിട്ടനിലെ ഇമ്പീരിയൽ എയർവേസ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി വിമാന സർവീസ് നടത്തിയ കമ്പനിയാണ് ഇമ്പീരിയൽ എയർവേസ്. പിന്നെയുള്ള ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ ആഭ്യന്തര വിമാന സർവീസ് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലായിരുന്നു? കറാച്ചി മുതൽ ഡൽഹി വരെയായിരുന്നു.
അടുത്ത ചോദ്യം നോക്കാം. എയർ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസ് എങ്ങോട്ടായിരുന്നു? ചോദ്യത്തിന്റെ പ്രത്യേകത എയർ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസാണ് ചോദ്യം. അത് മുംബൈ മുതൽ ലണ്ടൻ വരെയായിരുന്നു. 1948 എയർ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസ് മുംബൈ മുതൽ ലണ്ടൻ വരെ 1948. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ച വർഷം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ച വർഷം 1953 ഓഗസ്റ്റ് 1. ഇന്ത്യയിൽ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ചത് 1953 ഓഗസ്റ്റ് 1. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിന്നും സർവീസ് ആരംഭിച്ച ആദ്യ ജെറ്റ് വിമാനം ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്നും സർവീസ് ആരംഭിച്ച ആദ്യത്തെ ജെറ്റ് വിമാനമാണ് നന്ദാദേവി 1960. 3 ക്വസ്റ്റ്യനാണ്. എയർ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസ് എങ്ങോട്ടായിരുന്നു? മുംബൈ മുതൽ ലണ്ടൻ വരെ 1948. പിന്നെ ഇന്ത്യയിൽ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ച വർഷമാണ്. അത് 1953 ഓഗസ്റ്റ് 1. അടുത്തത്, ഇന്ത്യയിൽ നിന്നും സർവീസ് ആരംഭിച്ച ആദ്യ ജെറ്റ് വിമാനമാണ് 1960 നന്ദാദേവിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എയർ ഇന്ത്യ ആദ്യമായി വിമാന സർവീസ് നടത്തിയ വർഷം 1960. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എയർ ഇന്ത്യ ആദ്യമായി വിമാന സർവീസ് നടത്തിയ വർഷമാണ് 1960. അടുത്ത ചോദ്യം, ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി ഏതാണ്? ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ്. 1990. ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് 1990. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് എയർലൈൻസ് ഏതായിരുന്നു? അത് എയർ ഡെക്കാൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് എയർലൈൻസ് എയർ ഡെക്കാൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എയർ ഇന്ത്യ ആദ്യമായി വിമാന സർവീസ് നടത്തിയ വർഷമാണ് 1960. അടുത്തത്, ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി ഏതാണ് എന്നുള്ളതാണ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് 1990. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് എയർലൈൻസ് ഏതാണ്? അത് എയർ ഡെക്കാൻ ആണ്. വീഡിയോ കാണുന്നവർ പരമാവധി ഇവിടെ വെച്ച് തന്നെ പഠിച്ച് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പരമാവധി പരീക്ഷകൾ നടത്താറുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോയെ ബേസ് ചെയ്തുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. 1985 ജൂൺ 23 ബോംബ് സ്ഫോടനത്തെ തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണ എയർ ഇന്ത്യയുടെ വിമാനം ഏതാണ്? 1985 ജൂൺ 23 ബോംബ് സ്ഫോടനത്തെ തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണ എയർ ഇന്ത്യയുടെ വിമാനം എംപറർ കനിഷ്കയാണ്. എംപറർ കനിഷ്ക. അടുത്ത ചോദ്യം നോക്കാം. ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനി ഏതാണ്? ഉത്തരം ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ ആണ്. ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. ഈ 2 ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. 1985 ജൂൺ 23 ബോംബ് സ്ഫോടനത്തെ തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണ എയർ ഇന്ത്യയുടെ വിമാനമാണ് എംപറർ കനിഷ്ക. അടുത്തത്, ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? രാജീവ് ഗാന്ധി വിമാനത്താവളമാണ്. സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി വിമാനത്താവളം, ഹൈദരാബാദ്. അടുത്ത ചോദ്യം നോക്കാം. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ വിമാന കമ്പനികൾ ലയിച്ച് 2007 ഓഗസ്റ്റ് 1 രൂപം കൊണ്ട പുതിയ വിമാന കമ്പനി ഏതാണ്? ഉത്തരം നാഷണൽ ഏവിയേഷൻ കമ്പനി ഇന്ത്യ ലിമിറ്റഡ് ആണ്.
എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ വിമാന കമ്പനികൾ ലയിച്ച് 2007 ഓഗസ്റ്റ് 1 രൂപം കൊണ്ട പുതിയ വിമാന കമ്പനി ഏതാണ്? നാഷണൽ ഏവിയേഷൻ കമ്പനി ഇന്ത്യ ലിമിറ്റഡ് ആണ്. 2 ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അതിൻ്റെ പേര് രാജീവ് ഗാന്ധി വിമാനത്താവളം എന്നാണ്. അടുത്ത ചോദ്യം, എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ലയിച്ച് 2007 ഓഗസ്റ്റ് 1 രൂപം കൊണ്ട പുതിയ വിമാന കമ്പനി ഏതാണ്? നാഷണൽ ഏവിയേഷൻ കമ്പനി ഇന്ത്യ ലിമിറ്റഡ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്വകാര്യ മേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനി ഏതാണ്? ഉത്തരം ജെറ്റ് എയർവേസ് ആണ്. സ്വകാര്യ മേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ജെറ്റ് എയർവേസ്. അടുത്തത്, ഏതു രാജ്യത്തിന്റെ ദേശീയ വിമാന കമ്പനിയാണ് ഗരുഡ? ഉത്തരം ഇന്തോനേഷ്യയാണ്. ഏതു രാജ്യത്തിന്റെ ദേശീയ വിമാന കമ്പനിയാണ് ഗരുഡ? ഇന്തോനേഷ്യയുടെ വിമാന കമ്പനിയാണ്. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിലേതാണ് ഡ്യൂക്ക് എയർ? ഉത്തരം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിലേതാണ് ഡ്യൂക്ക് എയർ? ഭൂട്ടാനാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും ഒന്നുകൂടെ നോക്കാം. സ്വകാര്യ മേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ജെറ്റ് എയർവേസ്. ഏത് രാജ്യത്തിന്റെ ദേശീയ വിമാന കമ്പനിയാണ് ഗരുഡ? ഇന്തോനേഷ്യയുടെയാണ്. അടുത്തത്, ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിലേതാണ് ഡ്യൂക്ക് എയർ? ഭൂട്ടാന്റെ ഔദ്യോഗിക വിമാന സർവീസാണ് ഡ്യൂക്ക് എയർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഏതു രാജ്യത്തിന്റെ വിമാന കമ്പനിയാണ് KLM? KLM ഏതു രാജ്യത്തിന്റെ വിമാന കമ്പനിയാണ്? ഉത്തരം നെതർലൻഡ് ആണ്. നെതർലൻഡിന്റെ വിമാന കമ്പനിയാണ് KLM. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിന്റെ ദേശീയ വിമാന കമ്പനി ഏതാണ് എന്നുള്ളതാണ്. അത് ബീമാൻ എയർലൈൻസ് ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയ വിമാന കമ്പനിയാണ് ബീമാൻ. അടുത്തത്, ഇത്തിഹാദ് എയർവേസ് ഏത് രാജ്യത്തേതാണ്? ഇത്തിഹാദ് എയർവേസ് UAEയുടെയാണ്. UAEയുടെ ഇത്തിഹാദ് എയർവേസ് ആണ്. ഏരിയാന എയർലൈൻസ് ഏത് രാജ്യത്തിൻ്റെയാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാനാണ്. ഇതിലെ ഈ 4 ക്വസ്റ്റ്യനും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഏത് രാജ്യത്തിന്റെ വിമാന കമ്പനിയാണ് KLM? ഉത്തരം നെതർലൻഡ് ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയ വിമാന കമ്പനിയാണ് ബീമാൻ എയർലൈൻസ്. ഇത്തിഹാദ് എയർവേസ് UAEയുടെയാണ്. ഏരിയാന എയർലൈൻസ് അഫ്ഗാനിസ്ഥാന്റെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ക്വാണ്ടാസ് എയർവേസ് ലിമിറ്റഡ് ഏതു രാജ്യത്തെ വിമാന കമ്പനിയാണ്? ക്വാണ്ടാസ് എയർവേസ് ലിമിറ്റഡ് ഏതു രാജ്യത്തെ വിമാന കമ്പനിയാണ്? ഉത്തരം ഓസ്ട്രേലിയയാണ്. ലുഫ്താൻസ ഏതു രാജ്യത്തെ വിമാന കമ്പനിയാണ്? ജർമ്മനിയുടെ വിമാന കമ്പനിയാണ്. ലുഫ്താൻസ ഒക്കെ PSCക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലുഫ്താൻസ ഏതു രാജ്യത്തെ വിമാന കമ്പനിയാണ്? ജർമ്മനിയാണ്. പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴയ വിമാന കമ്പനി ഏതാണ്? അതിന്റെ ഉത്തരം KLM ആണ്. പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴയ വിമാന കമ്പനിയാണ് KLM. നമ്മൾ തൊട്ട് മുന്നത്തെ പേജിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഏത് രാജ്യത്തിന്റെ വിമാന കമ്പനിയാണ് KLM എന്നുള്ളത്. ഏത് രാജ്യത്തിന്റെയാണ്? നെതർലൻഡിന്റെ വിമാന കമ്പനിയാണ്. ആ നെതർലൻഡിന്റെ വിമാന കമ്പനിയാണ് പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴയ വിമാന കമ്പനിയായ KLM. അടുത്ത ചോദ്യം, ഐബീരിയ എയർലൈൻസ് ഏത് രാജ്യത്തിന്റെയാണ് എന്നുള്ളതാണ്. ഐബീരിയ എയർലൈൻസ് സ്പെയിനിന്റെ എയർലൈൻസ് ആണ്. ക്വാണ്ടാസ് ഓസ്ട്രേലിയ, ലുഫ്താൻസ ജർമ്മനി, KLM നെതർലൻഡ് ആണ്. അത് പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴയ വിമാന കമ്പനിയാണ്. അടുത്തത് ഐബീരിയ എയർലൈൻസ് സ്പെയിൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിർജിൻ അറ്റ്ലാന്റിക് ഏതു രാജ്യത്തെ വിമാന കമ്പനിയാണ്? വിർജിൻ അറ്റ്ലാന്റിക് ഏതു രാജ്യത്തെ വിമാന കമ്പനിയാണ്? ഉത്തരം ബ്രിട്ടന്റെ വിമാന കമ്പനിയാണ്. വിർജിൻ അറ്റ്ലാന്റിക് ബ്രിട്ടന്റെ വിമാന കമ്പനിയാണ്. റഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനി ഏതാണ്? അത് എയറോഫ്ലോട്ട് ആണ്. റഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് എയറോഫ്ലോട്ട്. കാത്തെ പസഫിക് എന്ന വിമാന കമ്പനി ഏത് രാജ്യത്തിന്റെയാണ്? കാത്തെ പസഫിക് ഹോങ്കോങ്ങിന്റെയാണ്.
കാത്തെ എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ചൈനയാണ്. പക്ഷെ കാത്തെ പസഫിക് എന്ന വിമാന കമ്പനി ഹോങ്കോങ്ങിൻ്റെ വിമാന സർവീസാണ്. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. വിർജിൻ അറ്റ്ലാന്റിക് ഏത് രാജ്യത്തെ വിമാന കമ്പനിയാണ് എന്നുള്ളതിൻ്റെ ഉത്തരം ബ്രിട്ടനാണ്. റഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനി എയറോഫ്ലോട്ടാണ്. കാത്തെ പസഫിക് ഹോങ്കോങ്ങിൻ്റെ വിമാന കമ്പനിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ മാക്സിമം പഠിച്ചു പോവുക. മുന്നോട്ടുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സുകൾ വഴി പഠിക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ടെലഗ്രാം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ടെലഗ്രാം ചാനലിലൂടെ നിരന്തരമായി ചോദ്യങ്ങൾ വരാറുണ്ട്. അതെല്ലാവരും അറ്റൻഡ് ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.